മുഖത്തിൻ്റെ ചർമ്മത്തിൻ്റെ തിളക്കത്തിന് വേണ്ടി വലിയ വില കൊടുത്തിട്ട് നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ വലിയ വില കൊടുത്തിട്ട് ഫേഷ്യൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ 200 രൂപ 300 രൂപയുടെയൊക്കെ ഫേഷ്യൽ ചെയ്താൽ 1-2 ദിവസത്തേക്ക് വരെയും അതിൻ്റെ ആ ഒരു തിളക്കമൊക്കെ കിട്ടുള്ളൂ. ഇപ്പം 1000 രൂപ 2000 രൂപയുടെയൊക്കെ ഫേഷ്യൽ ചെയ്താൽ ഒരു മാസം വരെയെങ്കിലും നമ്മുടെ ആ ഒരു ഫേഷ്യൽ ചെയ്തതിൻ്റെ ആ ഒരു റിസൾട്ട് ചർമ്മത്തിന് നിൽക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പം പൈസ കൊടുത്തിട്ട് പുറത്ത് പോയി ചെയ്യാനായിട്ട് പറ്റില്ല. അടുക്കളയിലുള്ള കാര്യങ്ങൾ കൊണ്ട് 2000-3000 രൂപ വിലപിടിപ്പുള്ള ഫേഷ്യൽ അടുക്കളയിലുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ചർമ്മത്തിന് ചെയ്യാൻ സാധിക്കും. കാരണം പുറത്ത് ചെയ്യുന്നതിനെക്കാട്ടിലും ഇരട്ടി റിസൾട്ടാണ് ഞാൻ ഈ പറയുന്ന ഫേഷ്യൽ ചെയ്താൽ നിങ്ങളുടെ ചർമ്മത്തിന് കിട്ടുന്നത്. വെറും വാക്ക് പറയല്ല, ഞാനിത് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ആ ഒരു മാറ്റം കണ്ടിട്ട് എനിക്ക് തന്നെ അത്ഭുതം വന്നു. കണ്ടോ, ഇത് കണ്ടോ, തിളക്കം കണ്ടോ? അടിപൊളിയാണ് ഈ ഒരു ഫേഷ്യൽ. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന എല്ലാത്തരം പ്രശ്നങ്ങളെയും മാറ്റാനായിട്ട് ഈ ഒരു ഫേഷ്യലിൽ നിന്ന് സാധിക്കും. അപ്പം ഫേഷ്യൽ ചെയ്യാൻ അറിയാത്തവർക്ക് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. സ്റ്റെപ്പായിട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പാർലറിൽ കൊടുക്കേണ്ട പൈസ നിങ്ങൾക്ക് ലാഭിക്കുകയും കൂടി ചെയ്യാം ഇനി മുതൽ. എന്തായാലും നമുക്ക് ആ ഒരു ഫേഷ്യൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നൊക്കെ ഉള്ളത് പറയാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുഖത്തിൻ്റെ തിളക്കത്തിനൊക്കെ നമുക്കിപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് നമ്മളിപ്പം പാർലറിൽ പോയിട്ട്, അതായത് സലൂണിലൊക്കെ പോയിട്ട് വിലപിടിപ്പുള്ള ഫേഷ്യലൊക്കെ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരാവശ്യവും ഇല്ല. നിങ്ങൾ ഫേഷ്യൽ ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ അടുക്കളയിലുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നല്ല പോലെ നിങ്ങളുടെ ചർമ്മത്തിന് തിളക്കം വെക്കുന്ന ഫേഷ്യൽ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഞാൻ ഫേഷ്യൽ ചെയ്യുന്ന രീതിയും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ ചർമ്മത്തിന് നല്ലൊരു മാറ്റം നേടാനായിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ സാധിക്കുന്നതാണ്. എന്തായാലും നമ്മുടെ ആ ഒരു ഫേഷ്യൽ ചെയ്യുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണം, ആണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് കണ്ടു നോക്കാം. അത് ചെയ്തിട്ടുള്ള റിസൾട്ടും കണ്ടേ. അതുപോലെ തിളങ്ങുന്ന ചർമ്മം നിങ്ങൾക്ക് നേടണമെങ്കിൽ എനിക്ക് ഈ ചർമ്മത്തിന് തിളക്കം കിട്ടിയ എങ്ങനെയൊക്കെയാണെന്നുള്ളതും കണ്ടു നോക്കാം കേട്ടോ. ഫേഷ്യലിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ക്ലെൻസ് ആണ്. ക്ലെൻസ് ചെയ്യുന്നതിന് നമുക്ക് മിൽക്ക് യൂസ് ചെയ്യാം, റോസ് വാട്ടർ യൂസ് ചെയ്യാം. നമ്മൾ നാച്ചുറൽ പരമായിട്ടുള്ള ഫേഷ്യൽ ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ അടുക്കളയിലുള്ള കാര്യങ്ങളാണ് നമ്മളെല്ലാം ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെപ്പോഴും സുലഭമായി കിട്ടുന്ന ഒന്നല്ലയോ മിൽക്ക് എന്ന് പറയുന്നത്. മിൽക്ക് 1 ടേബിൾ സ്പൂണാണ് വേണ്ടത്. അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ കോട്ടൺ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ ചെറിയ രീതിയിൽ ചെറിയ കട്ട് ചെയ്ത തുണി പീസായാലും മതിയാകും. ഞാൻ ഇതിലേക്ക് നമ്മുടെ കോട്ടൻ്റെ ആ ഒരു സംഭവം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ആ മിൽക്കൊക്കെ അതിലേക്ക് അബ്സർവ് ചെയ്ത് പിടിപ്പിക്കും. ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് മുഖത്ത് തേച്ച് ഫസ്റ്റിലത്തെ സ്റ്റെപ്പായിട്ടുള്ള ആ ഒരു ക്ലെൻസ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളതും അതിന് എന്തൊക്കെ വേണമെന്നുള്ളതൊക്കെ പറയാം. ആദ്യമേ നമുക്ക് എന്തായാലും നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യാം. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള ക്ലെൻസ് നമ്മൾ ചെയ്യുകയാണ്. ഞാനിവിടെ മിൽക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പം ഓയിലി സ്കിൻ ആണെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ കഞ്ഞിവെള്ളം യൂസ് ചെയ്യാവുന്നതാണ്. അതാ ഞാൻ മുഖത്ത് നമ്മുടെ മിൽക്ക് തേച്ചിട്ടുണ്ട്. അതിനുശേഷം കൈകൾ വെച്ചിട്ട് ചെറിയ രീതിയിലൊരു മസാജ് കൊടുക്കുകയാണ്. അങ്ങനെ മസാജ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫേസിൽ നിന്ന് തുടച്ച് മാറ്റുകയാണ്. തുടച്ചിട്ടുള്ള ആ ഒരു ചേഞ്ചസ് ഒക്കെ ഉണ്ടോ, അടിപൊളിയാണ് കേട്ടോ. രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ക്രബാണ് നമ്മൾ ചെയ്യുന്നത്. സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല് ചേർത്ത് കൊടുക്കുകയാണ്. അലോവേറ ജെല്ല് സ്കിന്നിന് നല്ല പോലെ ഒരു അടിപൊളിയാണ്. അലോവേറ ജെല്ല് സ്കിൻ സോഫ്റ്റ് ആക്കാനും സ്കിന്നിനെ നല്ല പോലെ ഒരു ബ്രൈറ്റ് ആക്കാനും ഒക്കെ അലോവേറ ജെല്ലിൽ നിന്ന് സാധിക്കുന്നതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഈസ്റ്റേൺ കോഫി പൗഡറാണ് ചേർക്കേണ്ടത്. അതിനുശേഷം ഇത് നല്ല പോലെ മിക്സ് ആക്കുക. ഓക്കെ, എന്തായാലും ഞാനിത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കട്ടെ. ഓക്കെ, നല്ല പോലെ മിക്സ് ആക്കുക. അപ്പോഴത്തേക്ക് ഇതൊരു ലൂസ് രീതിയിലായിട്ട് മാറും. ഇതാണ് നമ്മുടെ സ്ക്രബ്. വളരെ സിമ്പിൾ അല്ലയോ? സ്കിന്നിൽ ഇട്ടിട്ട് സ്ക്രബ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് സ്ക്രബ് ചെയ്യുന്നതും അതിനെന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം.
എന്തായാലും നമ്മുടെ സ്ക്രബ് അങ്ങനെ തയ്യാറായിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് മസാജിങ് ക്രീമാണ്. മസാജിങ് ക്രീമിന് എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നൊക്കെ ഉള്ളത് പറയാം. ആദ്യം എന്തായാലും നമുക്ക് സ്ക്രബ് ചെയ്യണ്ടേ. എന്തായാലും സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് വരാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള സ്ക്രബ് അങ്ങനെ തയ്യാറായിട്ടുണ്ട്. ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഫേസിലിടുന്ന സമയത്ത് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ വളരെ സാവധാനം വേണം ഫേസിൽ സ്ക്രബ് ചെയ്യാനായിട്ട്. വളരെ ശക്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഫേസിനകത്ത് മുറിവ് വരാൻ ഇടയാകും. നമ്മുടെ നോസിൻ്റെ ഭാഗത്തും നമ്മുടെ ചുണ്ടിൻ്റെ കോർണർ ഭാഗത്തുമായിട്ടൊക്കെ നല്ലതുപോലെ സ്ക്രബ് ചെയ്യണം. ഞാൻ ചെയ്യുന്ന രീതിയിൽ റൗണ്ടിൽ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിലാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നമ്മുടെ ഫേസിൽ അതിരിക്കണം. അതിനുശേഷം തുടച്ചിട്ട് നമ്മൾ ഫേസിനകത്ത് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും റിമൂവ് ചെയ്യാനായിട്ട് എക്സാക്ടർ യൂസ് ചെയ്യാം. എക്സാക്ടർ വേണം കേട്ടോ. എക്സാക്ടർ ഇല്ലെങ്കിൽ പറ്റില്ല നമുക്ക് ഫേസിനകത്ത് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും റിമൂവ് ചെയ്യാനായിട്ട്. നഖങ്ങൾ വെച്ച് ചെയ്യരുത്. ഞാൻ എടുക്കുന്നുണ്ട്. നോസിൻ്റെ കോർണർ ഭാഗത്ത് കൂടുതലായിട്ടുണ്ട്. നമ്മൾ എക്സാക്ടർ യൂസ് ചെയ്തതിന് ശേഷം എക്സാക്ടർ ഡെറ്റോളിൽ ഉപയോഗിച്ച് അത് അണുവിമുക്തമാക്കണം കേട്ടോ. കാരണം നമ്മൾ മറ്റുള്ള ഭാഗത്തേക്കും ചെയ്യുമ്പോൾ അത് പിമ്പിൾസും മറ്റുള്ള ഭാഗത്തേക്കും വീഴാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മുടെ സ്ക്രബ് ചെയ്തിട്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് മസാജാണ്. മസാജിങ് ക്രീം തയ്യാറാക്കുന്നതിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ: 1 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല്. അലോവേറ ജെല്ലാണ് നമ്മൾ മസാജിങ് ക്രീമിനായിട്ട് യൂസ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത്. വീട്ടിലുള്ളതാണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. ഞാനിപ്പം കടയിൽ നിന്ന് മേടിച്ചതാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ശുദ്ധമായിട്ടുള്ള റോ മിൽക്ക് ചേർത്ത് കൊടുക്കുക. ശുദ്ധമായിട്ടുള്ള റോ മിൽക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലപോലെ മിക്സ് ആക്കുക. അപ്പോഴത്തേക്ക് ഇതൊരു ക്രീം പരുവത്തിലായിട്ട് മാറും. ഓക്കെ, ഇത് കണ്ടോ, ഇത് ക്രീം പരുവത്തിലായിട്ട് മാറുന്നുണ്ടോ? ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ അല്ല 1/2 ടേബിൾ സ്പൂൺ നമുക്ക് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ. അങ്ങനെ 1/2 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലപോലെ മിക്സ് ആക്കുക. ഇത് നമ്മൾ ഉണ്ടാക്കി കുറേയധികം ദിവസം വെക്കാൻ പറ്റില്ല. നാച്ചുറൽ പരമായിട്ടുള്ള കാര്യമാണ്. അത് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഇത് ക്രീം പരുവത്തിലായിട്ട് മാറിയല്ലോ. ഇനി ഇതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ. വിറ്റാമിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ചേർക്കുന്നത്. ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലപോലെ മിക്സ് ആക്കുക. ഓക്കെ, കണ്ടോ, ഇത് ക്രീം പരുവത്തിലായി മാറിയത് കണ്ടോ. അങ്ങനെ നമ്മുടെ മസാജിങ് ക്രീം തയ്യാറായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത്രയും മതി. എടുത്ത അളവെല്ലാം കറക്റ്റായിട്ട് കണ്ടല്ലോ. കൂടുതലായിട്ട് എടുക്കരുത്. കൂടുതലായിട്ട് എടുത്താൽ വേസ്റ്റായി പോകും. അതുകൊണ്ടാണ് കേട്ടോ ഫേഷ്യൽ ചെയ്യുന്നത് ആ ഒരു ടൈമിലേ എടുക്കാവുള്ളൂ. അല്ലാതെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കാം എന്ന് ചിന്തിച്ചത് പിന്നീട് ചെയ്യാം എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കരുത്. അത് ശരിയാവില്ല. കാരണം നമ്മൾ ഉണ്ടാക്കി ഉടനെ തന്നെ ഉപയോഗിക്കണം. എന്നാലേ റിസൾട്ട് കിട്ടുള്ളൂ. മസാജിങ് ക്രീം തയ്യാറായിട്ടുണ്ട്. മസാജ് ചെയ്തിട്ടുള്ള ആ ഒരു ചേഞ്ചസും ഒക്കെ ഞാൻ കാണിക്കാം. എന്തായാലും നമുക്കത് ഇട്ട് നോക്കാം കേട്ടോ. നമ്മൾ മസാജിങ് ക്രീം ഇടാം. നമ്മുടെ മസാജിങ് ക്രീം അങ്ങനെ തയ്യാറായിട്ടുണ്ട്. ഫേസിൽ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മസാജ് ചെയ്യുകയാണ്. കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ ഫേസിലേക്ക് അത് ഇറങ്ങി ചെല്ലുള്ളൂ. അതായത് നമ്മുടെ ഫേസിൻ്റെ സെല്ലുകളിലേക്ക് ഇറങ്ങി ചെല്ലണ്ടേ, എന്നാലല്ലേ നമ്മുടെ സ്കിന്നിന് നിറം നൽകുള്ളൂ. കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഈ ചെയ്യുന്ന മസാജൊക്കെ 3 പ്രാവശ്യം വെച്ച് നിങ്ങൾ ചെയ്യണം. 3 പ്രാവശ്യം വെച്ച് ചെയ്യാനായിട്ട് നോക്കണം. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യണം. ഈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിന് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയാണ്. സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ. ഞാൻ ഇച്ചിരി സ്പീഡിലാണ് വിട്ടിരിക്കുന്നത്, വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് വെച്ചുകൊണ്ട്. ഇതേപോലെ മസാജൊക്കെ നിങ്ങൾ ഫേസിന് ചെയ്തു കൊടുക്കുക. ഈ മസാജെല്ലാം നമ്മുടെ ഫേസിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നതിനും അതുമൂലം ഫേസിന് അത് ചുളിവൊന്നും വരാതിരിക്കുന്നതിനും ഒക്കെ വേണ്ടിയാണ് ഇതേ രീതിയിൽ മസാജ് 3 പ്രാവശ്യം വെച്ച് ചെയ്യുന്നത്. ഫേസ് താടിയുടെ ഭാഗത്തുനിന്നുമൊക്കെ ചെയ്യണം. ഇത് നമ്മൾ മസാജ് ചെയ്തിട്ട് സ്കിന്നിനകത്ത് 20 മിനിറ്റ് അതിരിക്കുന്നതിന് വേണ്ടി ഫ്രീ ആയിട്ട് സ്കിന്നിനെ വിടുക. അതിനുശേഷം ഫേസ് തുടച്ചിട്ടുള്ള ചേഞ്ചസ് കണ്ടോ. പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. സ്കിന്നിനെ നല്ലപോലെ ഒരു ബ്രൈറ്റ് ആക്കാനുമൊക്കെ നമ്മുടെ കടലമാവിൻ്റെ പൊടിയിൽ നിന്ന് സാധിക്കുന്നതാണ്. 1 ടേബിൾ സ്പൂണാണ് കടലമാവിൻ്റെ പൊടി ചേർക്കേണ്ടത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കി ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾ ചേർക്കാവുന്നതാണ്. ഇപ്പം കസ്തൂരി മഞ്ഞൾ ഇല്ല എങ്കിൽ കറി വെക്കുന്ന മഞ്ഞൾപ്പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടേബിൾ സ്പൂണാണ്
ചേർത്തത്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി പൊടിച്ചതായിരിക്കും നല്ലത്, അല്ല പുറത്തു നിന്ന് മേടിച്ചത് ദയവേത് നിങ്ങൾ ഉപയോഗിക്കല്ലേ. സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം അതിനകത്ത് ചേർത്തേക്കുന്ന പല കെമിക്കലിൻ്റെ കൊണ്ട്. അതിലേക്ക് ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം. ഹണി നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ഒരു ബ്രൈറ്റ് ആക്കാനും നല്ലപോലെ ഒരു സോഫ്റ്റ് ആക്കാനും കൂടാതെ തന്നെ നല്ലപോലെ ഗ്ലോ ആക്കാനും ഹണിയിൽ നിന്ന് സാധിക്കുന്നതാണ്. ഹണി നമ്മുടെ ചർമ്മത്തിന് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഹണി ചേർത്ത് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ. അതിനുശേഷം ഒന്ന് മിക്സ് ആക്കുക. അപ്പോൾ ഇത് കട്ടിയായിട്ട് തന്നെ കിടക്കും. ആക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ശുദ്ധമായിട്ടുള്ള മിൽക്കാണ്, അതായത് നമ്മുടെ കാച്ചാത്ത റോ മിൽക്ക് തന്നെ നമുക്ക് വേണം. അതായത് 1.5 ടേബിൾ സ്പൂൺ മിൽക്കാണ് നമുക്ക് വേണ്ടത്. മിൽക്ക് ചേർത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ആക്കുക. അപ്പോഴത്തേക്ക് ഇതൊരു ക്രീം പരുവത്തിലായിട്ട് മാറും. കണ്ടോ, ക്രീം പരുവത്തിലായി മാറിയത് കണ്ടോ? ഇതാണ് നമുക്ക് വേണ്ടത്. ഇതിട്ടിട്ടുള്ള ചേഞ്ചസും ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ആ ഒരു ചേഞ്ചസ് ഒക്കെ അങ്ങനെ നല്ല മിക്സ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫേഷ്യലിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള പാക്കും അങ്ങനെ തയ്യാറായിട്ടുണ്ട്. ഇപ്പം ഫേഷ്യൽ ചെയ്യാൻ അറിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇനി നിങ്ങൾ ചെയ്യാതിരിക്കരുത്. ഇത് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്. ഇപ്പോൾ എത്ര അറിയാത്തവർക്കും നിങ്ങൾ ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ചേഞ്ച് കിട്ടും. കാരണം ഇപ്പോൾ ഒരു ഫേഷ്യൽ ചെയ്യുന്നതിന് വേണ്ടി നല്ല എമൗണ്ട് കൊടുക്കണം. ഒരു 3000-4000 രൂപ കൊടുത്താലേ ഇതുപോലുള്ള റിസൾട്ട് കിട്ടുന്ന ഫേഷ്യൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. വീട്ടിൽ അടുക്കളയിലുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ചർമ്മത്തിന് തിളക്കം നൽകുന്ന രീതിയിലുള്ള ഫേഷ്യൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ കറക്റ്റായിട്ടും ചെയ്യണം, എന്നാലേ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. എന്തായാലും ഈ ഒരു പാക്ക് ഇട്ടിട്ടുള്ള ചേഞ്ചസും നമ്മുടെ ഫേഷ്യലിൻ്റെ ലാസ്റ്റത്തെ ആ ഒരു പാക്ക് ഇട്ടിട്ടുള്ള ചേഞ്ചസും ഒക്കെ കണ്ടു നോക്കാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റെപ്പായിട്ടുള്ള പാക്ക് ഇട്ട് കൊടുക്കുകയാണ്. മസാജിങ് ക്രീം ഉപയോഗിച്ചതിന് ശേഷം മുഖത്ത് നിന്ന് റിമൂവ് ആക്കിയിട്ട് നമ്മൾ അത് കഴുകാൻ പാടില്ല. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ പാക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അത് നല്ലതുപോലെ സ്കിന്നിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് വേണ്ടി പാക്ക് ഇട്ട് ഒരു 20 മിനിറ്റിന് ശേഷം ഫേസിൽ നിന്ന് തുടച്ചു നോക്കൂ. സ്കിന്നിൻ്റെ ആ ഒരു നിറം കണ്ടോ, അടിപൊളിയായിട്ട് നിറം വെച്ചിട്ടുണ്ട്. മുന്നത്തേനെക്കാട്ടിലും നല്ല പോലെ സ്കിൻ ബ്രൈറ്റ് ആയതുകൊണ്ടോ അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യണേ, അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കണ്ടല്ലോ, ഇപ്പം എത്ര അറിയാത്തവർക്കും ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. തീർച്ചയായിട്ടും പോയി ഇനി നിങ്ങൾക്ക് ഫേഷ്യൽ ചെയ്യേണ്ട ഒരാവശ്യമില്ല. നിങ്ങളുടെ സ്കിൻ നല്ല പോലെ ക്ലീൻ ആക്കാനും സ്കിന്നിന് ഡെഡ് സ്കിൻ ഇല്ലാതാക്കി പിഗ്മെൻറ്റേഷൻ എല്ലാം മാറ്റി നല്ലൊരു ചർമ്മം വീണ്ടെടുക്കാനായിട്ട് ഈ ഒരു ഫേഷ്യലിൽ നിന്ന് സാധിക്കും. തീർച്ചയായിട്ടും എത്ര അറിയാത്തവർക്കും ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് ഫേഷ്യൽ ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് സ്വന്തമായിട്ട് അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് വരെയും ചെയ്തു കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ സാധിക്കുന്നതാണ്. എന്തായാലും നിങ്ങൾ ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് പറയാൻ കൂടി മറക്കരുതേ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യണം, മറ്റുള്ളവർക്കും ചെയ്തു കൊടുക്കണം കേട്ടോ, മറക്കരുതേ കേട്ടോ. ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ വന്ന് പറയാൻ കൂടി മറക്കരുതേ കേട്ടോ. തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ കേട്ടോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.